ഇനി ഇന്റലിജൻസിന്റെ നേച്ചർ എങ്ങനെയാന്ന് നോക്കാം. വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ഇന്റലിജൻസ്? ഇറ്റ് ഇസ് എൻ ഇന്നേറ്റ് മെന്റൽ എബിലിറ്റി വിച്ച് ഗ്രോസ് ആൻഡ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ എൻവയോൺമെന്റ്. അതായത് എന്താണ്, നമുക്ക് എന്താ പറയാ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു മെന്റൽ എബിലിറ്റിയാണ്. അതെന്ത് ചെയ്യും, നമുക്കത് ഗ്രോ ചെയ്യാനും പറ്റും, നമ്മുടെ ചുറ്റുപാടുകൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുമുണ്ട്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഇറ്റ് ഷോസ് ദ കപ്പാസിറ്റി ടു അഡാപ്റ്റ് ടു ന്യൂ ഓർ ചേഞ്ച് സിറ്റുവേഷൻസ് ക്വിക്ക്ലി ആൻഡ് കറക്റ്റ്ലി. അതായത് ഇതെന്തിനെ സൂചിപ്പിക്കുന്നു? നമുക്ക് ഒരു പുതിയ സാഹചര്യത്തെ എങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, അതിനെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിന്റെ ഒരു കപ്പാസിറ്റിയുടെ അളവാണ് എന്ത്, ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അടുത്ത പറയുന്നത്? ഇറ്റ് ഈസ് എബിലിറ്റി ടു ക്യാരി ഓൺ ഹയർ മെന്റൽ പ്രോസസ്സസ് സച്ച് ആസ് റീസണിങ്, ക്രിറ്റിസിസം, റാഷണൽ ആൻഡ് ജഡ്ജ്മെന്റ്. അതായത് എന്താണ്, കുറച്ചുകൂടെ വലിയ മെന്റൽ പ്രോസസ്സസ് ചെയ്യാൻ, കുറച്ചുകൂടെ വലിയ മെന്റൽ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒന്നിനെ ജഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിനെ മനസ്സിലാക്കുക, അതായത് ഒരു സിറ്റുവേഷനെ നമ്മൾ എന്താ പറയാ ഗ്രഹിക്കുക, അല്ലെ? അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റി, അതായത് കൂടുതലായിട്ട് നമ്മുടെ മൈൻഡിനെ യൂസ് ചെയ്ത്, ഒരു കോഗ്നിറ്റീവ് എബിലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മൈൻഡിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ എബിലിറ്റിയാണ് എന്ന് നമ്മൾ പറയുന്നത് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഇറ്റ് ഷോസ് ദ കപ്പാസിറ്റി ടു ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ആൻഡ് അബ്സർഡ്സിറ്റി. അതായത് എന്താണ്, റിലേഷൻഷിപ്പിനെ ഒബ്സർവ് ചെയ്യാന്, അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളെ മനസ്സിലാക്കാന്, അല്ല അതെന്താ അങ്ങനെ നടന്നേ, ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റെക്കഗ്നിഷൻ, അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റലിജൻസ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇന്റലിജൻസിന്റെ കപ്പാസിറ്റി, ഇന്റലിജൻസ് പറയുന്നത് അത് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ്. പിന്നെ എന്താണ്? ഇറ്റ് ഇംപ്ലൈസ് ദ കപ്പാസിറ്റി ടു ലേൺ ആൻഡ് സോൾവ് ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് പ്രോബ്ലംസ്. അതായത് പ്രയാസമുള്ള കാര്യങ്ങൾ പഠിക്കാനും, അതായത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും, ഇതിനെല്ലാം ഉള്ള ഒരു കപ്പാസിറ്റിയെയും നമ്മൾ എന്ത് പറയുന്നു, ഇന്റലിജൻസ് എന്ന് പറയുന്നു. അപ്പൊ ഇന്റലിജൻസ് എന്തൊക്കെയാണെന്നാ പറയുന്നത്? അതൊരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു മെന്റൽ എബിലിറ്റി ആണ്. അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അത് ഇൻഫ്ലുവൻസ്ഡ് ആണ് എന്തുമായിട്ട്, എൻവയോൺമെന്റുമായിട്ട്. പിന്നെ അത് എന്തിനെ പറ്റിയാ പറയുന്നത്? നമ്മുടെ കപ്പാസിറ്റി ടു അഡാപ്റ്റ് ഇൻ എ ന്യൂ ഓർ ചേഞ്ച് സിറ്റുവേഷൻ. പിന്നെ എന്താണ്? ഹയർ മെന്റൽ പ്രോസസ്സസിന് നമുക്ക് എന്ത് വേണം? ഇന്റലിജൻസ് വേണം. പിന്നെ ഇറ്റ് ഇസ് എ കപ്പാസിറ്റി ടു ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ആൻഡ് അബ്സർഡ്സിറ്റി. പിന്നെ എന്താ പറയുന്നത്? ഇറ്റ്സ് എ കപ്പാസിറ്റി ടു ലേൺ ആൻഡ് സോൾവ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ്. ഇതാണ് ഇന്റലിജൻസിന്റെ നേച്ചർ. ഇനി ഏതൊക്കെ തരം ഇന്റലിജൻസ് ഉണ്ട് നോക്കാം. അതായത് തോണ്ടിക് പറയുന്നത്, തോണ്ടിക് ഇന്റലിജൻസിനെ 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സോഷ്യൽ ഇന്റലിജൻസ്, അതിനെ അല്ലെങ്കിൽ നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്നും പറയാറുണ്ട്. പിന്നെ രണ്ടാമത്തത് കോൺക്രീറ്റ് ഇന്റലിജൻസ്, മൂന്നാമത്തത് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്. ഇതാണ് 3 ക്ലാസിഫിക്കേഷൻ. അപ്പൊ സോഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ്സ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ സിറ്റുവേഷൻസ് ആൻഡ് ആക്ട് വൈസ്ലി ഇൻ ഹ്യൂമൻ റിലേഷൻഷിപ്സ്. അതായത് നമ്മുടെ ഒരു സൊസൈറ്റിയിൽ നമ്മൾ എങ്ങനെ, അല്ലെങ്കിൽ എന്താ പറയാ ഹ്യൂമൻ റിലേഷൻഷിപ്സ് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്ന ഇന്റലിജൻസ് ആണ് എന്ത്, നമ്മുടെ സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തറിയാം? ഫ്രണ്ട്സ് ഉണ്ടാക്കാനും, ഒരു നല്ല ബിഹേവിയർ ആയിട്ട് പുറമെ പെരുമാറാനും, ഇതെല്ലാം നമുക്ക് ആർക്കറിയാം? സോഷ്യലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ഇതിന്റെ പോയിന്റ്സ് നമ്മൾ പിന്നെ കാണും. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? കോൺക്രീറ്റ് ഇന്റലിജൻസ് ആണ് പറയുന്നത്. കോൺക്രീറ്റ് ഇന്റലിജൻസ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ മെഷീൻസ് യൂസ് ചെയ്യാനുള്ള എബിലിറ്റി, അല്ലെങ്കിൽ എന്താ പറയാ ടൂൾസ് യൂസ് ചെയ്യാനായിട്ടുള്ള എബിലിറ്റി. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, അവര് എന്താ പറയാ ബിൽഡിംഗ് ബ്ലോക്സ് ഒക്കെ വെച്ചിട്ട് വളരെ നന്നായിട്ട് കളിക്കുന്നത്. അപ്പം അത് അവരുടെ കോൺക്രീറ്റ് ഇന്റലിജൻസ് എന്താണ്? വളരെ നല്ലതാണ്. ഓക്കെ. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺക്രീറ്റ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്. അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് പറയുന്നത് എന്താണ്? വേർഡ്സ് ആൻഡ് ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്നോ അതിന്റെ ഒരു എബിലിറ്റിയാണ് നമ്മൾ അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് എന്ന് പറയുന്നത് വായിക്കുന്നതും എഴുതുന്നതും എല്ലാം അബ്സ്ട്രാക്ട് ഇന്റലിജൻസിലാണ് വരുന്നത്. അപ്പൊ അവര് പൊതുവെ എന്തായിരിക്കും? ഒന്നുകിൽ ടീച്ചേഴ്സ്, ലോയേഴ്സ്, ഡോക്ടേഴ്സ്, ഫിലോസഫേഴ്സ്, സയന്റിസ്റ്റ്, ഇവരെല്ലാം അബ്സ്ട്രാക്ട് ഇന്റലിജന്റ് പീപ്പിൾ ആയിരിക്കും പൊതുവെ. ഇനി നമുക്ക് ഇവരുടെ എല്ലാവരെയും ക്യാരക്ടറിസ്റ്റിക്സ് കാണാം. അപ്പൊ സോഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് പീപ്പിൾ ആൻഡ് ഡീൽ വിത്ത് ദം, അല്ലെ? മനുഷ്യരെ മനസ്സിലാക്കാനും അതുവരെ ഡീൽ ചെയ്യാനുള്ള ആ കഴിവിനെയാണ് നമ്മൾ സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അപ്പം സോഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിൽ എന്താണ്? ഒരു ഹാർമണി ആയിട്ട് ഡിഫറെന്റ് സോഷ്യൽ സിറ്റുവേഷൻസിൽ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? പെട്ടെന്ന് തന്നെ പുതിയ സിറ്റുവേഷനും പുതിയ ആൾക്കാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കും സോഷ്യലി ഇന്റലിജന്റ് ആണെങ്കിൽ. പിന്നെ എന്താണ്? സോഷ്യൽ സ്കിൽസും
നല്ല സ്ട്രോങ് ആയിരിക്കും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താ, വളരെ ഈസി ആയിട്ട് ആരുടെ കൂടെയും മിങ്കിൾ ചെയ്യാൻ പറ്റും, സിറ്റുവേഷൻസിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അവർ പൊതുവെ എന്തായിരിക്കും, ലീഡേഴ്സ് ആയിരിക്കും അല്ലെ. അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സൊസൈറ്റി, സോഷ്യൽ ആൾക്കാർ എങ്ങനെയാണ് എന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ സോഷ്യൽ ഇന്റലിജൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് പറയുന്നത് കോൺക്രീറ്റ് ഇന്റലിജൻസ് ആണ്. കോൺക്രീറ്റ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്നാ പറഞ്ഞത്, മെക്കാനിക്കൽ ഇന്റലിജൻസ് എന്നാണ് പറഞ്ഞത് അല്ലെ. അതായത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് അവിടെ പറയുന്നത്. അതിപ്പം എന്താ പറയാ, ടൂൾസ് ആണെങ്കിലും കൊള്ളാം, മെഷീൻസ് ആണെങ്കിലും കൊള്ളാം, അല്ല സിറ്റുവേഷൻസ് ആണെങ്കിലും അതും എന്തിൽ വരുന്നതാണ്, കോൺക്രീറ്റ് ഇന്റലിജൻസിലാണ് വരുന്നത്. അതായത് വ്യക്തിപരമായി കൈവരിച്ചെടുക്കാവുന്ന കാര്യങ്ങളെയും വസ്തുക്കളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ നമ്മൾ കോൺക്രീറ്റ് ഇന്റലിജൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ എന്തായിരിക്കും, വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരായിരിക്കും. അതായത് അവർക്ക് എവിടെ നല്ല എന്താ പറയാ, അവർക്ക് ഇപ്പൊ ബിസിനസ് ആൾക്കാർ അവർ ആലോചിക്കുന്നത് എങ്ങനെയാണ്, ഒരു സിറ്റുവേഷനെ നന്നായിട്ട് അനലൈസ് ചെയ്യാൻ അവർക്കറിയാം, ഇതിന്റെ സാധ്യതകൾ വരും വരായികൾ എല്ലാം ആലോചിച്ച് അത് അവർക്ക് സോർട്ട് ചെയ്യാൻ അറിയാം. അങ്ങനെയുള്ളവർ പ്രത്യേകിച്ച് എന്താവും, നല്ല ബിസിനസ്മാൻ ആവും അല്ലെ. അവർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് അസസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ്. അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ എന്തിനെ പറ്റിയാ പറയുന്നത്, നമ്മുടെ വായിക്കാനും എഴുതാനും വരയ്ക്കാനും അങ്ങനെയുള്ള സ്കിൽസിനെ പറ്റിയാ പറയുന്നത്. അതായത് ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, ബേസിക്കലി നമ്മൾ പറയുമ്പോൾ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കഴിവ്. അപ്പൊ അതെന്തായി, വെർബൽ ആൻഡ് മാത്തമാറ്റിക്കൽ ടൂൾസ് ആയി അല്ലെ. സോ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് വെർബൽ ആൻഡ് മാത്തമാറ്റിക്കൽ ടൂൾസ് ആണ് അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, അബ്സ്ട്രാക്ട് ഇന്റലിജൻസ് ഇസ് റിക്വയർഡ് ഇൻ റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് ലോജിക്കൽ തിങ്കിങ്. അപ്പൊ യൂഷ്വലി ഇവരെന്താണ്, ആർട്ടിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കും, തിങ്കേഴ്സ് ആയിരിക്കും, സയന്റിസ്റ്റ് ആയിരിക്കും. യൂഷ്വലി അബ്സ്ട്രാക്ട് ഇന്റലിജന്റ് പീപ്പിൾ ഇങ്ങനെ ഒരു പ്രൊഫഷനിലേക്കാണ് പോവുക. പിന്നെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന രണ്ട് ഇന്റലിജൻസ് കൂടിയുണ്ട്. ഒന്നെന്താണ്, ഇമോഷണൽ ഇന്റലിജൻസും പിന്നെ സ്പിരിച്വൽ ഇന്റലിജൻസും. എന്താ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ അണ്ടർസ്റ്റാൻഡിങ് വൺസ് ഓൺ ഇമോഷൻസ് ആൻഡ് ദ ഇമോഷൻസ് ഓഫ് അതേഴ്സ്. അതായത് നമ്മുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന, നമ്മുടെ തന്നെയാണെങ്കിലും നമ്മുടെ കൂടെയുള്ളവരുടെ ആണെങ്കിലും വികാരങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഇന്റലിജൻസിനെയാണ് ഇമോഷണൽ ഇന്റലിജൻസ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ദേഷ്യപ്പെടുവാണെങ്കിൽ അത് ഞാൻ ദേഷ്യപ്പെടുവാന്ന് മനസ്സിലാക്കണ്ടേ, അങ്ങനെ. അതായത് കുഞ്ഞിനോട് നമ്മൾ ദേഷ്യപ്പെടാണ്, അപ്പം ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിയോട് ദേഷ്യപ്പെടുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് മനസ്സിലാക്കണം, ദേഷ്യമാണ്, അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അതെങ്ങനെയാ വരുന്നത്, അത് ഇമോഷണൽ ഇന്റലിജൻസിലൂടെയാണ് വരുന്നത്. അപ്പൊ എന്താണ്, ഇത് എന്തിനെ ഹെൽപ്പ് ചെയ്യും, ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ ഇമോഷണൽ ഇന്റലിജൻസ് ഹെൽപ്പ് ചെയ്യും. ഇമോഷണലി സ്ട്രോങ് ആവണമെന്ന് നമ്മൾ പറയും അല്ലെ, ഏതൊരു സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, ഇമോഷണലി സ്ട്രോങ് ആവണം എന്നൊക്കെ പറയും. അതാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ സ്പിരിച്വൽ ഇന്റലിജൻസ് പറഞ്ഞാൽ എന്താണ്, അതൊരു പേഴ്സന്റെ സ്പിരിച്വാലിറ്റി ഇൻഡെക്സ് ആണ്. അതായത് സ്പിരിച്വലി എത്ര മെച്ചുവേർഡ് ആണ് ആ ഒരു ആള് എന്നുള്ളതിന്റെ ഒരു ഇൻഡെക്സ് ആണ് എന്ത്, സ്പിരിച്വൽ ഇന്റലിജൻസ്. അതായത് എന്താണ്, അയാൾ എങ്ങനെയായിരിക്കും, സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കും, എന്താ ചെയ്യേണ്ടത് ചെയ്യരുതാത്തത് എന്നുള്ളതിന് കറക്റ്റ് ആയിട്ട് ഒരു അറിവുണ്ടാകും. പിന്നെ എന്താണ്, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവും. ഇതെല്ലാം ഉള്ളതാണ് എന്ന് നമ്മൾ പറയുന്നത് സ്പിരിച്വൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്റലിജൻസ് എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, അതിന് പല സൈക്കോളജിസ്റ്റ് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ എന്താണ്, ഇന്റലിജൻസിന്റെ നേച്ചർ എന്തൊക്കെയാണ്, പിന്നെ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഇന്റലിജൻസ് എന്നുള്ളതാണ്.